നമസ്കാരം. ന്യൂസ് അറ്റ് 9 ആദ്യം തലക്കെട്ട് വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിന് അന്വേഷണ സംഘം. പോറ്റി തട്ടിയത് 2 കിലോ സ്വർണം. തന്നെ കുടുക്കി വരും, നിയമത്തിന് മുന്നിൽ വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. ഹിജാബ് വിവാദത്തിൽ ഇടപെട്ടതിന് സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. CBSE സ്കൂളുകളിൽ സർക്കാരിന്റെ നിർബന്ധിത ഇടപെടൽ ശരിയാണോ എന്ന് ചോദ്യം. ഹിജാബ് അനുവദിക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. മകളെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന പിതാവ്. ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. ഹിജാബ് വിവാദത്തിൽ കന്യാസ്ത്രീകൾക്കെതിരായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തിൽ പ്രകോപിതരായി ക്രൈസ്തവ സംഘടനകൾ. മന്ത്രി മാപ്പ് പറയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് പിന്തുണയുമായി സമസ്ത. കൊല്ലം മരുതിമലയിൽ താഴ്ചയിലേക്ക് വീണ വിദ്യാർത്ഥിനി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതര പരിക്ക്. ഇരുവരും പെരിങ്ങനാട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ. ഇരുവരും മലയിൽ നിന്ന് ചാടിയതാണെന്ന് ദൃക്സാക്ഷികൾ. കോൺഗ്രസ് ജംബോ പട്ടികയിൽ അമർഷം. തന്റെ അഭിപ്രായം KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ. പരിഹാസവുമായി ഷമാ മുഹമ്മദ്. ചാണ്ടി ഉമ്മൻ ഭാവിയുടെ നേതാവെന്ന് സണ്ണി ജോസഫ്. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി. ലയണൽ മെസ്സിയുടെ വരവിൽ അനിശ്ചിതത്വം. ഇന്ത്യൻ പര്യടനം റദ്ദാക്കുമെന്ന റിപ്പോർട്ട്. മുന്നൊരുക്കങ്ങളിൽ അതൃപ്തി എന്ന വിശദീകരണം. അറിയിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് സ്പോൺസർ. ഇന്ത്യയിലുള്ള പത്രങ്ങൾ മുഴുവൻ പറയുന്നതിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. മെസ്സി അർജന്റീന ടീം പറയുന്നത് അർജന്റീന ടീം 15-ാം തീയതി വരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് കിട്ടിയ അനൗൺസ്മെന്റ്, അറിയിപ്പ്. ഫിഫ വിൻഡോയില് മാച്ച് ഇല്ല എന്നോ ഫിഫ വിൻഡോ ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. ആദ്യ ഇന്നിംഗ്സിൽ കേരളം 219 പുറത്ത് 54 റൺസ് എടുത്ത സഞ്ജു സാംസൺ ടോപ്പ് സ്കോറർ. 2ാം ഇന്നിംഗ്സിലും സന്ദർശകർക്ക് മികച്ച തുടക്കം. ന്യൂസ് അറ്റ് 9 വിശദമായി. കൊല്ലം മുട്ടറ മരുതിമലയിൽ താഴ്ചയിലേക്ക് വീണ വിദ്യാർത്ഥിനി മരിച്ചു. മീനു എന്ന വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ശിവർണയെ ഗുരുതര പരിക്കുകളോടെ മീയണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും അടൂർ പെരിങ്ങനാട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. രണ്ടുപേരും ചാടിയതാണ് എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. ഒരു 4:30-4 മണിയായപ്പോൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാമെന്ന് ചിന്തിച്ച് ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് മലയിൽ 2 പേര് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ 2 കുട്ടികൾ ഇരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ അവരിയ്ക്കുന്നത് വേലിക്ക് മുന്നിലായതുകൊണ്ട്, അതായത് രക്ഷാവേലിക്ക് മുന്നിലായതുകൊണ്ട് നാട്ടിൽ അറിയിക്കാമെന്ന് വിചാരിച്ച് ജംഗ്ഷനിൽ ഇറങ്ങിയെന്ന് ആദ്യം കൂട്ടുകാരനെ അറിയിച്ചിട്ട് മാമനെ ഇദ്ദേഹത്തെ അറിയിക്കുന്നു. മാമൻ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായതുകൊണ്ട് മാമനെ അറിയിക്കുന്നു. അത് കഴിഞ്ഞ് ബ്ലോക്ക് മെമ്പറെ അറിയിച്ച് അവരെല്ലാം പോലീസുകാരെല്ലാം വിളിച്ച് ഞങ്ങൾ എന്ത് വേണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ എന്നാലും കാണാം, അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരെ രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ച്. അപ്പോൾ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ എത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, വെയിറ്റ് ചെയ്തു. പോലീസുകാരെത്തി. അപ്പോൾ പോലീസ് ജീപ്പിൻ്റെ അടുത്തോട്ട് ഓടി സംസാരിക്കാൻ ചെല്ലാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുന്നതും അമ്മമാർ വിളിച്ചു പോകുന്നു, മക്കളെ ചാടിയില്ല. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീഷ്,
ഈ കുട്ടികൾ അതിൽ നിന്നും അറിഞ്ഞുകൊണ്ടെടുത്ത് ചാടിയതാണെന്നാണല്ലോ ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എൽദോ, കൊട്ടാരക്കരയിലുള്ള മരുതിമല എന്നൊരു ടൂറിസം കേന്ദ്രമുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. കുറച്ച് ഉയരമുള്ള ഒരു പ്രദേശമാണ്. വലിയൊരു പാറക്കെട്ടുകൾ ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ഏകദേശം ഒരു 2-2:30-3 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ ഇവിടെ എത്തുന്നത്. നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ മണിക്കൂറുകളോളം ഏകദേശം ഈ പാറയുടെ അപകടകരമായ ഒരു ഭാഗത്തേക്ക് ഇവർ നീങ്ങി ഇരിക്കുന്നതായിട്ട് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. അപ്പോൾ പോലീസിന്റെ സഹായത്തോടു കൂടി ഇവരുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തിയപ്പോഴേക്കും ഈ 2 വിദ്യാർത്ഥിനികളും പാറയുടെ മുകളിൽ നിന്നും എടുത്തു ചാടിയെന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ നാടിനെ വലിയ രീതിയിൽ ഞെട്ടലുളവാക്കിയ ഒരു വലിയൊരു ദുരന്തം തന്നെയാണ് എൽദോ സംഭവിച്ചത്. ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ടൊക്കെ നമ്മളോടൊപ്പം നിന്നവരാണ്. എന്തായാലും ഒരു വിദ്യാർത്ഥിനിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു വിദ്യാർത്ഥിനി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുകയായിരുന്നു. എങ്ങനെയായിരുന്നു സംഭവം ശരിക്കും? ചേട്ടാ, ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ച് ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഡേഞ്ചർ ഏരിയയിലാണ് ഇരിക്കുന്നത്. അത് വന്ന് നാട്ടിൽ അറിയിച്ചു, നാട്ടിലെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചു, പോലീസുകാരെ അറിയിച്ചു. അവർ വന്നപ്പോഴേക്കും കുട്ടികളെടുത്ത് ചാടി. പിന്നെ ഒന്നും നോക്കില്ല, എടുത്ത് ചാടിയത് എൻ്റെ വീടിൻ്റെ പരിസരമായതുകൊണ്ട് എനിക്കറിയാം എവിടെ വീഴുമെന്നുള്ളത്. നേരെ ഞാനും എൻ്റെ കൂട്ടുകാരനും ചേർന്ന് ഓടി അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് കൂടെ മാമന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിലെ ഒരു പോലീസുകാരണ്ണൻ കയ്യിൽ കഴിച്ചെന്ന് കുട്ടിയെ എടുത്തു. എങ്ങനെയെങ്കിലും കുട്ടിയെ രക്ഷിക്കണം, ഒരാൾക്ക് നല്ല ജീവനുണ്ട്. അപ്പോൾ കയ്യിൽ കഴിച്ചെന്ന ഉടനെ ആ കയ്യിൽ കുട്ടിയെ എടുത്ത് വെച്ച് നേരെ എത്രയും പെട്ടെന്ന് വെളിയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. കാട്ടിനുള്ളിലാണ് വീണ് കിടക്കുന്നത്. എടുത്തുകൊണ്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരണം, അതേ ഉള്ളായിരുന്നു ലക്ഷ്യം. എടുത്തുകൊണ്ട് വന്നു, ആംബുലൻസിൽ എടുത്ത് കയറ്റി വിട്ടു. ഇത്രയും ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഇരുന്നത് ഡേഞ്ചർ ഏരിയയിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാവരും അറിയിക്കണമെന്ന് തോന്നിയത്. പോലീസിൽ വിവരം അറിയിച്ച ഉടൻ തന്നെ പോലീസ് എത്തി. പോലീസിൽ വിവരം അറിയിച്ച് പോലീസുകാർ അവർ വണ്ടി ഓടി എത്തണ്ടേ, അവർക്കും അതിൻ്റെതായ പരിമിതികളുണ്ട്. എങ്കിലും അവർ എത്രയും പെട്ടെന്ന് ഓടി എത്താൻ ശ്രമിച്ചു. എങ്കിലും അവിടെ മലയുടെ മണ്ടയ്ക്ക് ഗാർഡ് ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചതാണെന്ന് തോന്നുന്നു. ആള് വന്ന് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നമുക്ക് കാണാം. താഴെ നിന്ന് കണ്ടു, കുട്ടികളെടുത്ത് ചാടുന്നതും കണ്ടു. പിന്നെ ഒന്നും നോക്കില്ല, സ്പോട്ടിലോട്ട് ഓടുകയാണ് ചെയ്തത്. ശരിക്കും ഇങ്ങനെ ഈ കുട്ടികൾ ഇവിടെ വരാറുണ്ടോ? അപകടകരമായ ഇതുപോലുള്ള നിരവധി കുട്ടികളാണ് നമ്മുടെ ഈ മുട്ടറ മരുതിമല എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ഈ ഭാഗത്ത് വരാറുള്ളത്. ഇത് ശരിക്കും അവിടെ നടക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനു മുമ്പും ഇതുപോലൊരു കുട്ടി ഇവിടെ വന്ന് അവിടെ അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ട് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾ അറിയുന്നില്ല നമ്മുടെ കുട്ടികൾ എവിടെയാണ് പോകുന്നതെന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇതിനെല്ലാം തടയിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അധികാരവർഗ കേന്ദ്രങ്ങൾ ഇതിനേക്ക് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ദയനീയമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനൊരു തടയിടുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അവിടെ ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു. പക്ഷേ അന്ന് പോലും ഇതിന്റെ പ്രാരംഭ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ബാലഗോപാൽ സാർ മലയുടെ മുകളിൽ വന്നപ്പോൾ നാട്ടുകാരായ ഞങ്ങളെല്ലാവരും അവിടെ കൂടുകയും അന്ന് സാറിനോട് നേരിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ ഈ 3.5 കോടി ഉപയോഗിച്ച് ഈ എക്കോ ടൂറിസം നടപ്പിലാക്കുന്നതിന് മുന്നേ ഇതിനൊരു സംരക്ഷണ ഭിത്തി തീർക്കുക, ഒരു സംരക്ഷണ മതിൽ തീർക്കുക. പ്രധാനമായിട്ടും 2 എൻട്രൻസ് കൊടുക്കുന്നെങ്കിൽ 2 എൻട്രൻസ് അല്ലെങ്കിൽ 1 എൻട്രൻസ്. ഇതിനകത്ത് ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ മലയിൽ വരുന്നതിന് ഈ നാട്ടിൽ ഏത് ഭാഗത്തൂടെ വന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മലയിൽ കയറാമെന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അത് ഒഴിവാക്കിയേ മതിയാവൂ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാവും. വളരെ ഞെട്ടലുളവാക്കുന്ന ഭീതിജനകമായ ഒരു സാഹചര്യമാണ്. സംരക്ഷണ വേലി ഇല്ലാത്തതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള അപകടം? തീർച്ചയായിട്ടും നല്ലൊരു സംരക്ഷണ വേലിയും അവിടെ ഇത് സംരക്ഷിക്കപ്പെടുന്ന അവിടെ വരുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഇല്ലാത്തതിന്റെ ഒറ്റ കാരണത്താലാണ് ഇന്നും ഈ പ്രവർത്തനം ഈ ദാരുണ സംഭവം ഇന്ന് മലയിൽ നിന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കമില്ല. നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളില്ല, ഇതിനൊരു ചുറ്റുമതിലില്ല, ആരും ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനങ്ങളുമില്ല. നമ്മളെ വെളിയം ഗ്രാമപഞ്ചായത്ത് പോലും തിരിഞ്ഞുപോലും നോക്കാത്ത ഒരവസ്ഥയാണ്. ഇത് ഒരു മദ്യമാഫിയ കേന്ദ്രമായി മുട്ടറ മരുതിമല മാറിയിരിക്കുന്നു.
ടൂറിസ്റ്റ് കേന്ദ്രം അല്ലാതെ മാറിയിരിക്കുന്നത്. ഇതിനകത്ത് നിരവധി കുട്ടികളാണ്, 14, 13 വയസ്സുള്ള കുട്ടികളാണ് ഇതിന്റെ മേളിൽ. ഇവിടെ മദ്യത്തിന്റെ മാഫിയ, കഞ്ചാവ് എന്നുള്ള കേന്ദ്രമാണ് ഇപ്പോൾ ഇത്. ആർക്കും എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ മുട്ട്ര മരുതി. ആംബുലൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ എത്തി. പെട്ടെന്ന് തന്നെ കുറച്ച് സമയം എടുത്ത്, എന്നാലും കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ബുദ്ധിമുട്ടുള്ള ഏരിയയിലാണ് അവർ വീണത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഏരിയയിലാണ് അവർ വീണത്. എന്നുവെച്ചാൽ ഈ അടിവാരം ചെല്ലുന്നിടത്തല്ല അവർ വീണിരിക്കുന്നത്, മേളി അവരെ പാറയിലാണ് വീണത്. പിന്നെ അവിടെ തുണി കിടക്കുന്ന കണ്ടോണ്ടാണ് നമ്മൾ ആ സൈഡ് വീണിട്ടുണ്ട്, അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ അവിടെ തന്നെ കിടപ്പുണ്ട്. ഒരാളുടെ തല കാണുന്നുണ്ട്. ജീവൻ സമയത്ത് ആംബുലൻസ് എത്തിക്കുന്നവരും ജീവനുണ്ടായിരുന്നു. എങ്ങനെയും രക്ഷപ്പെടുത്തണം, അതായിരുന്നു ചിന്ത. അതിനു വേണ്ടിയിട്ടാണ് ഓടിയത്. ശരിക്കും ഈ മോനെടുത്ത ആ വീഡിയോ എന്നെ കാണിച്ച ആ മാത്രമേ തന്നെ ഞാൻ പുയപ്പള്ളി സിയെ വിളിച്ചു. സിയെ സാർ എഴുകൊണ്ടൊരു പരിപാടിയിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് പോലും സാർ ഉടനെ തന്നെ പുയപ്പള്ളി സ്റ്റേഷനിലോട്ട് വിളിച്ച് രാജേഷ് സാറിനെയാണ് കണക്ട് ചെയ്തത്. രാജേഷ് സാർ ഉടൻ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഇവിടെ വരികയും ഞാനാണ് ആ വണ്ടി കയറി മരുതിമല പോവുകയും, മരുതിമല താഴെ വണ്ടി ഫുള്ള് കയറി പോകത്തില്ല, താഴെ കൊണ്ടിട്ടിട്ട് ആ മരുതിമല കയറി പോയി ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ അറിയുന്നു, ഇവർ വിളിച്ചു പറഞ്ഞു, മോനെ വിളിച്ചു പറഞ്ഞത് മാമ കുട്ടികൾ താഴെ ചാടി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമെന്ന് പറയുന്ന ആയാസകരമായ കാര്യമാണ്. വളരെ റിസ്ക് എടുത്ത് ഞങ്ങൾ ഇവിടെ അപ്പോഴത്തേനും സാർ ആംബുലൻസിൽ വിളിച്ചു. ആംബുലൻസ് വന്നു. ഞാനാണ് ആംബുലൻസിൽ കയറി. ഇവര് നടന്ന ആ സ്പോട്ടിലേക്ക് വണ്ടി എത്തത്തില്ല, കുറച്ച് ദൂരം കൊണ്ടിട്ടിട്ട് അപ്പോഴത്തേനും ഇവര് വളരെ റിസ്ക് എടുത്താണ് ആ കുട്ടികളെ രണ്ടിനെയും പുറത്തു കൊണ്ടുവരാൻ പറ്റ പാട്. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ്. നാടൊന്നടങ്കം ഇതുപോലുള്ള പ്രവർത്തകരെ നമ്മൾ അനുമോദിക്കേണ്ടുന്ന ഒരു കാര്യം കൂടാണ് ഇതിനകത്ത്. പക്ഷേ ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ ഇനി ഇവിടെ ആവർത്തിക്കാതിരിക്കുന്നതിന് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന്, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനൊരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തും എക്കോ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടറുമാണ് ഇതിനകത്ത് പ്രതികളാവേണ്ടത്. കാരണം വർഷങ്ങളായി അവർ പദ്ധതികൾ വെക്കുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മരണങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം വെളിയം ഗ്രാമപഞ്ചായത്തിനും എക്കോ ടൂറിസം പദ്ധതി ഡയറക്ടർക്കുമാണ്. അവർക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്തോ ഇത് തന്നെയാണ് അവസ്ഥ. 2 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി, ഒരാൾ ഗുരുതര പരിക്കുകളോടെ സമീപത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിനീഷ്, ഈ രണ്ടാമത്തെ കുട്ടി, ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില എന്താണ്? ഈ കുട്ടിയെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ എന്താണ് ആ കുട്ടിയുടെ സാഹചര്യം എന്നാണ് അവർ പറയുന്നത്? ഇനി മറ്റൊരു കാര്യം, ആ ദൃശ്യങ്ങളിൽ കാണുന്ന വേലി, അത് ഒരാളോളം പൊക്കമുണ്ടെന്ന് തോന്നുന്നു ദൂരദൃശ്യത്തിൽ, അറിയില്ല, വ്യക്തതയില്ല എങ്കിൽ പോലും അത് മറികടന്ന് ആ താഴെ പാറയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ അവിടെ കുട്ടികൾ? അതെ, തീർച്ചയായും ഫെൻസിങ്ങുകൾ തീർത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് അപകടകരമായ ഒരു സ്ഥലത്താണോ ഇവർ ചെന്നിരുന്നത്? തീർച്ചയായിട്ടും നമുക്കൊരു മനുഷ്യർക്കും ധൈര്യമില്ലാത്ത ഒരു മനുഷ്യർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. അത്രമാത്രം അപകടകരമായ ഒരു പോയിന്റിലാണ് അവർ ചെന്നിരുന്നത്. അവിടെ നമ്മൾ ആരെങ്കിലും പിന്നിൽ നിന്ന് ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്താൽ ആ സ്പോട്ടിൽ അവിടുന്ന് കാലത്തിൽപ്പായി താഴോട്ട് പോരുന്നാൽ ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ആ പോയിന്റിലുള്ളത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 700 അടിയോളം ഉയരമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു 30 മീറ്റർ, ആ ഫെൻസിങ് സ്ഥാപിച്ചതിൽ അടുത്ത് നിന്നും ഒരു 30 മീറ്ററൂടെ മാറി ഇവരിയ്ക്കുമ്പോൾ ഇവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വളരെ പ്ലാൻ ചെയ്ത് വന്ന് ഉള്ളൊരു തയ്യാറെടുപ്പാണ് അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇന്നവരെ ആരും അങ്ങനെ ഇരുന്ന് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനിപ്പം നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന 57 കൊല്ലമായിട്ട് കാണുന്നതാണ് ഈ മരുതിമല എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കുട്ടികളെ സ്കൂൾ ബാഗുമായിട്ടൊക്കെ ആയിരുന്നു. കുട്ടികളെ ഈ ബാഗൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കുട്ടികളുടെ ഈ ആകെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു ലൈബ്രറി ബുക്ക്, പുസ്തകം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു മൊബൈൽ കിട്ടി. അതിനകത്ത് ബാറ്ററി ഇല്ല, ബാറ്ററി ഊരി മാറ്റിയ നിലയിലാണ്. പക്ഷെ ആ ഡയറി, ആ പുസ്തകം ഞങ്ങൾ അവിടെ ഒരു ടവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ സംരക്ഷണമായിട്ട് 2 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഈ പുസ്തകം എടുക്കുകയും അത് നമ്മൾ പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന പീപ്പിളി പോലീസ് സ്റ്റേഷനിലെ രാജേഷ് സാറും ഞാനും വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടെയാണ് അദ്ദേഹത്തെയും കൂട്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും അദ്ദേഹം ആ പുസ്തകം കൂടെ കൊണ്ടുവന്ന് അത് തുറന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു പേജിന്റെ സൈഡിൽ ഒരു വലിയ മാർക്കർ ഉപയോഗിച്ച് ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്, മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചപ്പോൾ അജോയ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഈ ഫോൺ എടുത്തത്. അപ്പോൾ ആ ഫോൺ നമ്പറിൽ രാജേഷ് സാർ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഈ കുട്ടികളുടെ പേരും പിന്നെ സ്ഥലവും പഠിക്കുന്ന സ്കൂളും ഒക്കെ പറഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണെന്നുള്ള കാര്യം പറഞ്ഞു. അവരെന്തോ വലിച്ചെറിഞ്ഞതാണ് ഈ കാണുന്നത്. അവർ ഈ കാണുന്ന റെഡ് കളർ കാണുന്നിടത്താണ്, അതിന്റെ സൈഡിലാണ് അവർ വീണത്. അപ്പൊ ഇവിടുന്നാണ് ഞങ്ങൾക്ക് ബോഡി കിട്ടുന്നത്, ഈ സൈഡിൽ നിന്ന്.
അവർ വലിച്ചെറിഞ്ഞ ഐറ്റംസ് ആണിത്. എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും എന്തോ ഷർട്ട് മാതിരിയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത്. ഈ വൈറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അവരിരുന്നത് ഏരിയ ഇതാണ്. ശരിക്കും ഈ ഫെൻസിങ് പിന്നിട്ടാണ് സർ, ഫെൻസ് പേരിനൊരു ഫെൻസ് മാത്രമാണ്. അത് ഫെൻസ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇവര് പൈസ മുടക്കി ഉണ്ടാക്കി, പക്ഷെ അതൊരു ഫെൻസ് അല്ല. ചെന്ന് നോക്കിയ ചേട്ടന് മനസ്സിലാവും. അത് പേരിനൊരു ഫെൻസ്. ചേട്ടന് ചുമ്മാ ഇറങ്ങിപ്പോവാം. അങ്ങനെ ഒരു ഫെൻസാണത്. അവിടെ ഇവരിയ്ക്കുന്ന ഇടത്തില് ഒരിക്കലും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. ഇവരെന്തിനു പോയി, എങ്ങനെ പോയി, അത് ആർക്കും അറിയില്ല. എന്നാൽ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇപ്പൊ കണ്ടിന്യൂസ് 4 ദിവസമായിട്ട് മഴയാണ്, തെന്നിക്കിടക്കുന്ന പാറയാണ്. എങ്ങനെ അവരവിടെ എത്തിപ്പെട്ടു എന്ന് നമുക്കറിയത്തില്ല. അത് കണ്ടതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് എന്തുവാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ കാണിച്ചത്. അപ്പോൾ എന്തോ ഇതാണ് അവർ. ഈ 2 വിദ്യാർത്ഥികളും അടൂർ പെരിങ്ങമല സ്വദേശികളാണ്. അവിടെ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. 14 വയസ്സാണ് ഇവർക്ക് പ്രായം. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടന്നു വരുന്നു. എന്തോ ശരി, എന്നാലും പോലീസ് അതിൽ അന്വേഷണം നടത്തട്ടെ. മാത്രമല്ല, ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്ന പോലെ അതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി വളരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് പരാതി. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം. ഞെട്ടി ഉണർന്നപ്പോൾ മുറിയിൽ കയറിയ ആൾ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി. നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണം തുടരുകയാണ് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ. ഡാൻ കുര്യൻ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഡാൻ, ഇത് ഇന്നലെ രാത്രി നടന്ന സംഭവം എങ്കിൽ ഇത് കുട്ടി പരാതി നൽകാൻ വൈകിയോ? മാത്രമല്ല, അതവിടെ സമീപത്ത് അങ്ങനെ മുറികളില്ലായിരുന്നോ, CCTV ഇല്ല, അങ്ങനത്തെ ഒരു ഹോസ്റ്റലാണോ അത്? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നതിനാലാണ് വിശദമായ അന്വേഷണം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കുട്ടി ഉറങ്ങിക്കിടന്ന സമയത്ത്, ഈ IT ജീവനക്കാരി ഉറങ്ങിക്കിടന്ന സമയത്ത് മുറിക്കുള്ളിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണർന്ന് ഇവർ ബഹളം വെക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നുവെന്നും ആ പരാതിയിലുണ്ട്. പക്ഷേ ഇത് ആരാണെന്ന് അറിയില്ല, അവ്യക്തമായി മാത്രമാണ് കണ്ടത് എന്നാണ് യുവതിയുടെ ഈ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം വീണ്ടെടുത്തുകൊണ്ട് അത്തരത്തിൽ ആരാണ് ആ സമയത്ത് ആ ലോഡ്ജിലേക്ക് കയറിയത് എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് നടക്കുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച മറ്റ് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും CCTV ദൃശ്യങ്ങൾ സമീപ സ്ഥലങ്ങളിലെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധനയിലൂടെ ഈ പരാതിയിൽ എന്താണ് നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടുമെന്ന വിലയിരുത്തലിലാണ് കഴക്കൂട്ടം സൈബർ സിറ്റി പോലീസ്. ഓൾറൈറ്റ്, വിശദമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം കാര്യങ്ങൾ എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കുകയാണ് പോലീസ് എന്നാണ് അറിയിക്കുന്നത്. എന്നാലും ഞെട്ടിക്കുന്ന സംഭവമാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തെ ടെക്നോ സിറ്റിയിൽ നടന്ന ഈ സംഭവം. തിരികെ തമിഴ്നാട്ടിലേക്ക്. രാജീവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. തുലാമാസ പൂജകൾക്കായി നട തുറന്നപ്പോഴാണ് സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി നട തുറന്നതിന് പിന്നാലെയാണ് സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്. ചെന്നൈയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ച് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. VVRയുടെ റിപ്പോർട്ടിലേക്ക്. തുലാമാസ പൂജകൾക്കായി വൈകിട്ട് 4 മണിക്കാണ് ശബരിമല നട തുറന്നത്. വലിയ തിരക്ക്, 35,000-ഓളം ആളുകൾ ഈ ദിവസം ദർശനത്തിനായി സ്പോട്ട് ബുക്കിംഗ് ചെയ്തിരുന്നു. അതിലേറെക്കുറെ ഏറിയ ഭാഗം ആളുകളും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നട തുറക്കുന്നതിന് മുമ്പ് 4 മണിക്കാണ് നട തുറന്നത്. സാധാരണ മാസപൂജ സമയത്ത് 5 മണിക്കാണ് നട തുറക്കുന്നതെങ്കിലും ഇന്ന് ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ 4 മണിക്ക് നട തുറന്നു. വലിയ തിരക്ക് 18-ാം പടിക്ക് താഴെ 4 മണിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. 4 മണിക്ക് യോഗനിദ്രയിലായിരുന്ന അയ്യപ്പനെ വിളക്ക് തെളിച്ച് ഉണർത്തിയാണ് നട തുറന്ന് മറ്റു പൂജകളിലേക്ക് കടന്നത്. പിന്നീട് ഏതാണ്ട് 4:45-5 മണിയോട് അടുത്ത് സ്ട്രോങ് റൂം, ശബരിമല സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് കൊണ്ടുവന്ന 12 പാളികളും നേരത്തെ ഇവിടെ ഉണ്ടായ 2 പാളികളും ഉൾപ്പെടെ 14 സ്വർണ്ണപ്പാളികൾ ശബരിമല ശ്രീകോവിലിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാനായി കൊണ്ടുവന്നു. തന്ത്രിയും ക്ഷേത്ര മേൽശാന്തിയും ശില്പിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം
കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഈ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു. 98-ൽ വിജയമല്യ സ്വർണം പൂശിയത്, പിന്നീട് 2019 ഒരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ കൊണ്ടുപോവുകയും അതിൽ കിലോ കണക്കിന് സ്വർണം മോഷണം പോയെന്ന കേസ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നു. എന്നാൽ 2025 സെപ്റ്റംബറിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. പക്ഷേ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സാന്നിധ്യത്തിൽ മഹസർ രേഖപ്പെടുത്തിയാണ് ഇത് കൊണ്ടുപോയത്. ആ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് പക്ഷെ കൊണ്ടുപോകുമ്പോൾ ഒരു നടപടിക്രമത്തിൽ വീഴ്ചയുണ്ടായത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ, ഹൈക്കോടതി അറിയിക്കാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. അത് ഹൈക്കോടതിയുടെ ചുമതലയുള്ള ശബരിമലയുടെ ചുമതലയുള്ള ജില്ലാ ജഡ്ജ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ സ്വർണ്ണ കൊള്ളയിലേക്ക് ഉള്ള അന്വേഷണം അതിന്റെ തുടക്കമാകുന്നത്. ഏതായാലും ആ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്ന് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. 2025 സ്വർണ്ണം പൂശിയ പാളികളാണ് ഇപ്പോൾ ഇന്നിവിടെ കൊണ്ടുവന്ന് തിരികെ സ്ഥാപിച്ചത്. ആകെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം പൂശിയ പാളികളുടെ എണ്ണം ആകെ 38 കിലോഗ്രാമായിരുന്നു. 14 പാളികളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 397 ഗ്രാം സ്വർണ്ണമുണ്ടായിരുന്നു. കേടുപാടുകളില്ലാത്ത 2 പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ 12 പാളികളുടെ ആകെ ഭാരം 22 കിലോഗ്രാമാണ്. ഇതിൽ 281 ഗ്രാമായിരുന്നു സ്വർണത്തിന്റെ ഭാരം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ നടന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി 10 ഗ്രാം സ്വർണ്ണമാണ് പുതുതായി പൂശിയത്. അതിനുശേഷം തിരികെ എത്തിക്കുമ്പോൾ 12 പാളികളിലെ സ്വർണ്ണത്തിന്റെ ഭാരം 291 ഗ്രാമായി വർദ്ധിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികളുടെ 14 പാളികളുടെ ആകെ ഭാരം 38 കിലോഗ്രാമാണ്. ഇതിൽ സ്വർണത്തിന്റെ ഭാരം 397 ഗ്രാമിൽ നിന്ന് ഇപ്പോൾ 407 ഗ്രാമായി വർദ്ധിച്ചു. ആ സ്വർണ്ണപ്പാളികളാണ് ഇവിടെ ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്ത് തിരികെ സ്ഥാപിച്ചത്. ഇന്ന് നട തുറക്കുമ്പോൾ ശിലാരൂപത്തിലായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ അത് വൈകുന്നേരമാകുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അക്ഷരാർത്ഥ സുവർണ ശോഭയിൽ ആയിക്കഴിഞ്ഞു. ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ട് അവരുടെ സാന്നിധ്യം തന്നെയായിരുന്നു ഇന്ന് ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊള്ളിക്കുന്ന, കേരളത്തിലെ അയ്യപ്പ ഭക്തരെ ഞെട്ടിച്ച ഒരു സ്വർണ്ണക്കൊള്ള, അതിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് ശക്തമായി പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണപ്പാളികൾ പൂശാൻ കൊണ്ടുപോകുമ്പോൾ അതിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ഇന്ന് തിരികെ സ്ഥാപിക്കുമ്പോഴും അയാളുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു നടക്കേണ്ടത്. പക്ഷേ ഇന്നിവിടെ സ്വർണം പൂശുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകുന്നതിന് പകരം പോലീസ് കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ ചോദ്യമുനയിലാണ്, ചോദ്യശരങ്ങൾക്ക് മുന്നിലാണ്. അതേ ദിവസം തന്നെ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്ന ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതും ഒരു യാദൃച്ഛികതയായി കാണാം. ഏതായാലും ശബരിമല നട തുറക്കുമ്പോൾ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ അന്വേഷണം ഇനി മുന്നോട്ട് പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നാളെ മേൽശാന്തി നറുക്കെടുപ്പുണ്ടാകും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പുണ്ടാകും. ചിത്തിരാട്ട വിശേഷം ഈ ദിവസങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. 22-ാം തീയതി ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് വരികയാണ്. ദ്രൗപദി മുർമു 22-ന് സന്നിധാനത്ത് ഭക്തയായി എത്തും. അവിടെ അവർക്കൊപ്പം സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടക്കമുള്ളവർ ഉണ്ടാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജ സമയമാണിപ്പോൾ, ആ ഒരു സീസണാണിപ്പോൾ നടക്കുന്നത്. വലിയ ഭക്തജനത്തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി തിരികെ സ്ഥാപിച്ചു കഴിഞ്ഞു. വി അരുൺ സന്നിധാനത്ത് നിന്ന്. സ്വർണമോഷണത്തിൽ പോറ്റിക്കൊപ്പം ആരൊക്കെ? ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പത്തനംതിട്ട റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അടച്ചിട്ട കോടതി മുറിയിലാണ് കോടതി നടപടികൾ നടന്നത്. തന്നെ കുടുക്കിയെന്നും കുടുക്കിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. കോടതിക്ക് മുന്നിൽ പോറ്റിക്ക് നേരെ ചെരിപ്പേറുമുണ്ടായി. 2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാവിലെ 10:30യോടെയാണ് റാന്നി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടികൾ. പ്രതിഭാഗം അഭിഭാഷകനും പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും മാത്രമാണ് കോടതി മുറിയിലുണ്ടായിരുന്നത്. 1 മണിക്കൂറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് അന്വേഷണത്തിന്റെ പങ്കാളിത്തം വഹിക്കാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ യഥാഘട്ടങ്ങളിൽ കൃത്യമായി അദ്ദേഹം
എല്ലാ രീതിയിലും പോലീസിനോട് സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കോടതിയിൽ നിന്ന് ബഹുമാനയുടെ കോടതിയിൽ ബാക്കിയുള്ള രേഖകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ബാക്കി കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു 14 ദിവസത്തെ പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ശാരീരികമായ പല പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് എടുക്കുന്ന കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ കോടതി പോലീസ് കസ്റ്റമർ അല്ലെങ്കിൽ കോടതി കൃത്യമായിട്ടത് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ജീവനക്കാർക്കും ദേവസ്വം ബോർഡിനും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ദേവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അത് അന്യായമായി കവർച്ച ചെയ്യാൻ ബോധപൂർവം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ തട്ടിയെടുത്തുവെന്നും 394 ഗ്രാം സ്വർണം മാത്രമാണ് സ്വർണ്ണപ്പാളികളിൽ പൂശിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കോടതി നടപടികൾക്ക് ശേഷം പുറത്തുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ BJP പ്രവർത്തകൻ ചെരുപ്പെറിഞ്ഞു. പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. സ്വർണം വേർതിരിച്ചെടുത്ത ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഹൈദരാബാദ്, ബംഗളൂരു, ശബരിമല എന്നിവിടങ്ങളിലും പോറ്റിയെ എത്തിച്ച് തെളിവെടുക്കും. വേർതിരിച്ചെടുത്ത സ്വർണം മറ്റുള്ളവർക്ക് പങ്കുവച്ചു എന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. തൊണ്ടി മുതലായുള്ള സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. റാന്നി കോടതിയിൽ നിന്നും പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചെങ്കിലും പിന്നീട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന മന്ത്രി VN വാസവൻ. വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആരൊക്കെ പ്രതികളായാലും അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. വളരെ വേഗത്തിലായില്ലേ, വളരെ സന്തോഷകരമല്ലേ. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി അന്വേഷണത്തിലൂടെ വരട്ടെ പുറത്ത്. അതിനുമുമ്പ് നമുക്ക് ഉണ്ട് വരണം. നിശ്ചയമായി ആരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം വരണം. ഒരാളും വിടാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം. ഹിജാബിൽ കോടതി പറയും. ഹിജാബ് വിവാദത്തിൽ DDയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. സർക്കാർ വിശദീകരണം കേട്ട ശേഷമായിരിക്കും കോടതിയുടെ ഉത്തരവ്. ആജ്ഞ രവീന്ദ്രൻ റിപ്പോർട്ട്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് DD അയച്ചിട്ടുള്ള റിപ്പോർട്ട് അതിന് അടിയന്തര സ്റ്റേ വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച സ്കൂൾ മാനേജ്മെന്റിനോട് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അടിയന്തര സ്റ്റേ നൽകാനാകില്ല എന്ന് തന്നെയാണ് ആ ആവശ്യം കോടതി തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ വിശദീകരണത്തിന് മറുപടി നൽകിയ ശേഷം പ്രത്യേകിച്ചും CBSE സ്കൂളിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള സാഹചര്യമുണ്ടോ, അധികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിന് മറുപടി നൽകിയ ശേഷമായിരിക്കും വീണ്ടും 24-ാം തീയതി, അതായത് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കും. ആ സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാനാകൂ. അതേസമയം സ്കൂളിന്റെ ആവശ്യം അടിയന്തരമായി ഈ വിഷയത്തിൽ സ്റ്റേ ചെയ്യണമെന്നാണ്. ആ ആവശ്യം കോടതി നിരാകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പാരന്റ് കുട്ടിയെ സ്കൂളിൽ ഹിജാബ് ധരിക്കാതെ, അതായത് സ്കൂളിന്റെ യൂണിഫോം അനുസരിച്ചിട്ട് തന്നെ സ്കൂളിൽ അയക്കാൻ തയ്യാറായിരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീണ്ടും ഉണ്ടായിരുന്ന പ്രതികരണം വിവാദത്തിലേക്ക് വീണ്ടും നയിച്ചത്. സ്കൂൾ അധികൃതരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ അധികൃതർക്കെതിരെ നടത്തിയ പരാമർശം പിന്നീട് വീണ്ടും വിവാദമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത് സ്കൂളിന്റെ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുന്നതിലേക്കും അത് വേണമെങ്കിൽ സ്കൂളിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിക്കണമെന്നുള്ള സാഹചര്യത്തിലേക്കൊക്കെ വന്നിരുന്നു. അത് വീണ്ടും, അതായത് ഹൈബീഡൻ MP മുഹമ്മദ് ഷിയാസിന്റെയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും
ഡൊമിനിക് പ്രസന്റേഷൻ്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു അന്ന് കുട്ടിയുടെ പാരന്റുമായി സംസാരിച്ച ശേഷം ഇവർ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് എത്തിയിരുന്നത്. അങ്ങനെയാണ് അതിനുശേഷം ഈ വിവാദം അടങ്ങി എന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു പ്രയോഗവുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് വീണ്ടും അദ്ദേഹം ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്ന അധ്യാപിക എങ്ങനെയാണ് കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നതിനെ വിലക്കുക എന്നുള്ളതിൽ വിരോധാഭാസമാണെന്ന് ചൂണ്ടിക്കാട്ടി അത് വീണ്ടും വിവാദമാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ഹിജാബ് വിവാദം വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പോലെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ന് വീണ്ടും ഈ ഹൈക്കോടതി അടിയന്തര സ്റ്റേ നൽകണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കും. ആജ്ഞ രവീന്ദ്രൻ. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ലെന്ന പിതാവ് സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിൽ കുട്ടിയുടെ TC വാങ്ങുകയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. TC മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോയത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. അധ്യാപിക സിസ്റ്റർ ഹെലീന ആൽബി പറഞ്ഞത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വി ആർ wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. മാനേജ്മെന്റ് നിലപാടിനെതിരെ രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്നുള്ളത് വിരോധാഭാസമാണെന്നും മന്ത്രി. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ.
കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ മന്ത്രി ശിവൻകുട്ടി മാപ്പ് പറയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ക്രൈസ്തവ വിഭാഗത്തെയും ക്രൈസ്തവ സന്യാസിനികളെയും അവഹേളിക്കുന്നതാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവന. ചില മതമൗലികവാദികളുടെ വാക്കുകളാണ് മന്ത്രി കടമെടുക്കുന്നതെന്നും പ്രശ്നം ഇത്രയും വഷളാക്കിയതിന്റെ ഏക ഉത്തരവാദി മന്ത്രി ശിവൻകുട്ടിയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് വിമർശിച്ചു. അതേസമയം ഹിജാബ് വിവാദത്തിൽ സർക്കാരിനെതിരെ ഒളിയമ്പുമായി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ചില അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിത്. മതേതര പാർട്ടികൾ വോട്ട് കിട്ടാൻ വേണ്ടി സമുദായങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. പള്ളുരുത്തി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ പഠനം മുടങ്ങിയ സംഭവം ദൗർഭാഗ്യകരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ്. പൊതുസമൂഹം ഇതിനെ നിരുത്സാഹപ്പെടുത്തണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വളരെ വളരെ നിർഭാഗ്യകരമായിപ്പോയി. നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൂടാത്തതാണ്. നിയമം അനുസരിച്ച് വരികയാണെങ്കിൽ എന്നാ പറഞ്ഞത്. എന്ത് നിയമമാണത്? ഒരു കുട്ടിയുടെ തലയിൽ 1 മുഴം നീളം ഉള്ള ഒരു തുണി അവരുടെ ശിരോവസ്ത്രം പോലെ തന്നെ, അത് കണ്ടാൽ പേടിയാവും, അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് അത് വളരെ വളരെ നിർഭാഗ്യകരമായി കേരളത്തിൽ സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നുമാണ്. പൊതുസമൂഹം ഇതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ എനിക്കില്ല. വ്യവസ്ഥാപിത നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്കൂളിന് മാത്രം സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സമസ്ത നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ. തലമറയ്ക്കണമെന്നത് ഇസ്ലാം പെൺകുട്ടികളുടെ അവകാശമാണ്. തട്ടത്തിന്റെ നിറം സ്കൂളിന് തീരുമാനിക്കാം. ചന്ദനക്കുറി ഇട്ട് വരരുത് എന്ന് പറയാൻ പറ്റുമോ എന്നും പൂക്കോട്ടൂർ ചോദിച്ചു. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിൻ്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ് സ്കാർഫ് ധരിക്കണം എന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടം എന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിന് കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഇതുപോലെ ഹെസ്കാഫ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള, മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെയുള്ള സാധനമിട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നതും. അവരത് ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അവർക്കത് ധരിക്കാം, പക്ഷേ കുട്ടികൾക്കതാവില്ല. ഹിജാബ് വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിലുള്ള ബോധപൂർവമായിട്ട് ശ്രമമാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് കൃത്യമായിട്ടുള്ള നിലപാടാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ ഹിന്ദു ജനസംഖ്യാ വർധനവിന് ആഹ്വാനം ചെയ്ത് സ്വാമിമാരുടെ യാത്ര. ഹിന്ദു കുടുംബങ്ങളിൽ 3-ൽ കുറയാതെ കുട്ടികൾ വേണമെന്ന് സ്വാമി ചിദാനന്ദപുരി പറയുന്നു. രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ കുറയുമ്പോൾ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നാണ് സ്വാമി ചൂണ്ടിക്കാട്ടുന്നത്. സന്യാസിമാരുടെ സംയുക്ത വേദിയായ മാർഗദർശക് മണ്ഡലിന്റെ സംസ്ഥാന ജാഥയിലെ കോട്ടയത്തെ വേദിയിലാണ് സ്വാമി ചിദാനന്ദപുരിയുടെ ആഹ്വാനം. ഹിന്ദു ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടുന്ന സ്വാമി അതിന്റെ കാരണങ്ങളും പറയുന്നു. ഒരു സന്താനം പോരാ. ഒരു സന്താനമാകുമ്പോ 2 പേർക്ക് ഒന്നെന്ന് പറയുമ്പോൾ ജനസംഖ്യ നേർപകുതിയാവുകയാണ്. ചുരുങ്ങിയത് ഒരു 3ഓ 4ഓ എങ്കിലും മക്കൾ വേണം. 3-ൽ കുറയരുത്. 1-നെ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പോരുന്നു. ഈ ധർമ്മത്തിന് വേണ്ടി, ഈ സംസ്കൃതിക്ക് വേണ്ടി, ഈ സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പ്രചരണത്തിന് വേണ്ടി ഹിന്ദു താൽപര്യം സംരക്ഷിക്കുന്നവർക്ക് വേണം വോട്ട് ചെയ്യേണ്ടതെന്നും സ്വാമിമാരുടെ യാത്ര ആഹ്വാനം ചെയ്യുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള ഭിന്നിപ്പ്
ഹിന്ദു സമൂഹത്തിൽ അവസാനിക്കണമെന്നും ചിദാനന്ദപുരി പറഞ്ഞു. ഭാരതത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഭാരതത്തിലെ കേരളത്തിലെ അല്ല 4% കുറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിന്റെ ജനസംഖ്യ 24.6% കൂടിയിരിക്കുന്നു. ഈ പോക്ക് പോയാൽ കേണൽ ഗദ്ദാഫി പറഞ്ഞത് ഓർമ്മിക്കണം, we will conquer the world with population bomb. ജനസംഖ്യാ വർധനമാകുന്ന ബോംബ് കൊണ്ട് ഞങ്ങൾ ലോകത്തെ മുഴുവൻ കീഴടക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണങ്ങളും ഉയരുന്നുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശമാണ് സ്വാമി നടത്തിയതെന്ന് എം.എൻ. കാരശ്ശേരി വിമർശിച്ചു. കുട്ടികൾ അധികമാവുമ്പോൾ അതിന്റെ ദുരിതം പേരേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഇത് സമ്പത്തിന്റെ മാത്രം കാര്യമല്ല, സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് നിർഭാഗ്യവശാൽ ചിദാനന്ദപുരി നടത്തിയത്. പിന്നെ ഈ പ്രസ്താവന നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കും. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലാവുമ്പോൾ അത് ഒരു കുട്ടിയെ പട്ടാളത്തിലേക്ക് അഴക്കണമെന്ന് രാജ്യസ്നേഹമുള്ള ഒരാൾ ചർച്ച ചെയ്യപ്പെടുന്നവരെ ഇവിടുത്തെ സന്യാസ സമൂഹത്തിന്റെ അവസ്ഥയിൽ സന്യാസത്തിലേക്ക് ആളുകൾ കുറയുമ്പോൾ ആ സന്യാസത്തിലേക്ക് മക്കളിൽ ഒരാളെ വിടണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി മാത്രം എടുത്താൽ മതി എന്നുള്ള എന്റെ അഭിപ്രായം. ശബരിമലയിൽ തെറ്റ് ചെയ്യുന്നവരെ മാറ്റി നിർത്താതെ ഓർഡിനൻസ് ഇറക്കി ഭരണം തുടരാൻ അനുവദിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും സ്വാമി വിമർശിച്ചു. ന്യൂസ് 18 കോട്ടയം. മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ വന്ന വാർത്ത, മൊസാംബിക്കിൽ ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ 3 ഇന്ത്യക്കാർ മരിച്ചു എന്നുള്ളതാണ്. മലയാളിയടക്കം 5 പേരെ കാണാതായി. 2 പേരുടെ നില ഗുരുതരമാണ്. 21 പേരാണ് ആകെ ബോട്ടിലുണ്ടായിരുന്നത്. മിഥുൻ ചേർന്ന്. മിഥുൻ, എന്താണ് സംഭവം? എങ്ങനെയാണ് അപകടം? ഇന്നലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിൽ 21 പേരായിരുന്നു ഈ ഒരു ചെറിയ ബോട്ടിലുള്ളത്. അതായത് ഒരു MT Seacoast എന്ന കപ്പലിലേക്ക് ഇന്ത്യൻ ജീവനക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ലോഞ്ച് ബോട്ടാണ് മുങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറായി ഈ മേഖലയിൽ ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ആ സമയത്ത് തന്നെ, ഈ കപ്പൽ മുങ്ങിയ സമയത്ത് തന്നെ 14 പേരെ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് 7 പേർക്കായിട്ടുള്ള തെരച്ചിൽ പിന്നീട് നടക്കുകയായിരുന്നു. അതിൽ 3 ഇന്ത്യക്കാർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 5 മലയാളികളെയാണ് കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിൽ 2 പേരുടെ, ഈ രക്ഷപ്പെടുത്തിയതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്ഥിതി നിരീക്ഷിച്ചു വരുന്നതായി ഈ DG ഷിപ്പിംഗ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ബന്ധപ്പെടാനുള്ള നമ്പർ കൂടി ഹൈക്കമ്മീഷണർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ സമീപത്തെ മേഖലയിൽ, അതായത് നങ്കൂരമിട്ടിരുന്ന ഈ കപ്പലിന് സമീപത്തേക്ക് പുറപ്പെട്ടിരുന്ന ഈ ഒരു ബോട്ടിലാണ് 21 പേരടങ്ങിയ സംഘമുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കപ്പലിന് സമീപം അറിയുകയും ആ സമയത്ത് 14 പേരെ വെള്ളത്തിൽ നിന്ന് തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ബാക്കി 5 പേരെ മലയാളികളാണ്. 5 പേർക്കായിട്ടുള്ള തെരച്ചിൽ കഴിഞ്ഞ് 24 മണിക്കൂറായി തുടരുകയാണ്. 3 ഇന്ത്യക്കാരാണ് മരിച്ചത്. മലയാളിയടക്കം 5 പേരെ കാണാതായിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരവുമാണ് എന്നാണ് MGP റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടവേള. ജംബോ പട്ടികയിലും കല്ലുകടി. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 13 ഉപാധ്യക്ഷന്മാരെയും BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യരടക്കം 59 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി KPCC പുനഃസംഘടന. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ചേർത്തു. VA നാരായണനാണ് ട്രഷറർ. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പട്ടിക പുറത്തുവിട്ടത്. സെക്രട്ടറി DCC പ്രസിഡന്റ് പ്രഖ്യാപനം പിന്നീടാണ്. നേരത്തെ 5 വൈസ് പ്രസിഡന്റുമാരും 28 ജനറൽ സെക്രട്ടറിമാരുമായിരുന്നു. പട്ടികയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. പരിഹാസ പോസ്റ്റുമായി ഷമാ മുഹമ്മദ് രംഗത്തെത്തി. ചാണ്ടി ഉമ്മൻ ഭാവിയുടെ നേതാവാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ AICC അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണനയിലുണ്ട്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും. അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ തൃപ്തി, സംതൃപ്തി. എല്ലാ MLA-മാരെയും വന്നിട്ടില്ല. എല്ലാ MLA-മാരും ഇല്ല. MLA-മാരും വളരെ ചുരുങ്ങിയ ആളുകളാണുള്ളത്. അത് ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിങ് യങ്സ്റ്റർ, വെരി പ്രോമിസിങ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം.
ജോസ് വെള്ളൂരിനെ ജനറൽ സെക്രട്ടറിയാക്കിയതിൽ ഒളിയമ്പുമായി കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനാൽ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്നാണ് ചോദ്യം. തന്റെ അഭിപ്രായങ്ങൾ KPCC പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യ ചർച്ചയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനിച്ച പട്ടിക അന്തിമമാണെന്നും കെ മുരളീധരൻ. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച മറ്റൊരു പാർട്ടിയില്ല എന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. ഇടതുമുന്നണിക്കൊപ്പം ലീഗ് കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല. വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്താനാണ് ലീഗ് ശ്രമിക്കുന്നത്. SNDP മുഖപത്രം യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. മെസ്സി എത്തുമോ കേരളത്തിൽ? ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അർജന്റീന ടീമിന്റെ ഇന്ത്യൻ പര്യടനം റദ്ദാക്കിയിരിക്കുകയാണെന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ പ്രമുഖ പത്രമായിട്ടുള്ള ദ നേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നിരന്തരം ലംഘിച്ചുവെന്നും അതിനാൽ AFA കരാർ പ്രകാരമുള്ള മത്സരം മറ്റൊരു തീയതിയിലേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദുൽഖർ സൽമാന് വാഹനം തിരികെ കിട്ടും. ഓപ്പറേഷൻ ഉംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുനൽകും. ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടുനൽകുക. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കസ്റ്റംസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ ഉംഖോറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. അതിൽ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുനൽകണമെന്നായിരുന്നു ദുൽഖറിന്റെ ആവശ്യം. ഇനി പഞ്ച് ഡയലോഗിലേക്കാണ്. EDയുടെ സമൻസ് അത് പാർട്ടി അറിയേണ്ട കാര്യമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറയുന്നത്. മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ മകന് നൽകിയെന്ന് പറയുന്ന സമൻസ്. കള്ളപ്രചരണം നടത്താൻ ചില പത്രങ്ങൾ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ടുള്ള സമൻസ് അതിൽ MB ഗോവിന്ദൻ പൂർണ്ണ ലാഘവത്തോടു കൂടിയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. പാർട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ആർക്കോ കള്ളസ് അയച്ചു, നമ്മളെന്താ അറിയണ്ടേ? നിങ്ങളെന്താ വിചാരിച്ച ആ കള്ളത്തിന്റെ പറയാൻ ഞങ്ങൾ പോകുന്ന? മലയാള മനോരമക്കാരൊരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ വാർത്തേന്റെ പിന്നത്തെ ഞങ്ങൾ പോകുന്നതാണ് നമ്മൾ വിചാരിച്ചത്. ഇത് ഏത് രാഷ്ട്രീയങ്ങൾ എന്തെന്നാ പറയേണ്ടത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിടണം നിങ്ങൾക്ക് അല്ലേ? അതിന് ഞങ്ങളില്ല കേട്ടോ. ചോദിക്കണം BJPക്കാരനോട്, അന്വേഷിച്ചു. സംസ്ഥാനമല്ല അരിയന്തി ആരോടൊന്നും ചോദിച്ചോ? ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ട കേട്ടോ. റൈറ്റ്. ഇനി സോഷ്യൽ മീഡിയയിലും ഒപ്പം നമ്മുടെ ചുറ്റും കാണുന്ന രസകരമായിട്ടുള്ള കാഴ്ചയിലേക്കാണ് വൈറൽ കട്ട്സ്. ഭക്ഷണം തേടിയുള്ള 2 പേരുടെ യാത്ര അവസാനിച്ചത് ഒരേ ഇടത്താണ്. ഒടുവിൽ ഇരയ്ക്ക് വേണ്ടി ബലാബലം പോർമുഖത്ത്. പക്ഷേ ആര് ജയിച്ചു എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. കാണാം. സാമാന്യം വലിപ്പമുള്ള തവളയെ ഒരേ സമയം വായിലാക്കിയത് 2 മൂർഖൻ പാമ്പുകൾ. പാലക്കാട് ചിറ്റൂർ റൂട്ടിലെ കടുക്കാംകുന്നത്താണ് സംഭവം. കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിലായിരുന്നു ഇരുവരുടെയും പോരാട്ടം. ആര് ജയിക്കുമെന്നറിയാൻ കണ്ടു നിന്നവർക്കും കൗതുകം. പക്ഷേ ക്ലൈമാക്സ് എന്താ എന്ന് ദൃക്സാക്ഷികൾക്കും അവ്യക്തം. പാമ്പുകൾ തവളയെ കടിച്ചുകൊണ്ട് തന്നെ സമീപത്തെ വിടവിലേക്ക് പോയതോടെ മൊബൈൽ പിടുത്തക്കാരും പിന്മാറുകയായിരുന്നു.
ന്യൂസ് 18 പാലക്കാട്. നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 12,170, പവന് 97,360. 18 കാരറ്റ് ഗ്രാമിന് 10,060, പവന് 80,480. വെള്ളി ഗ്രാമിന് 200 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി പോലീസ് പെട്രോൾ.